രാമ 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 രാമ. എല്ലാവർക്കും നമസ്കാരം. ദക്ഷിണായനത്തിന്റെ തുടക്കമാണ് കർക്കിടക മാസം. ഉപാസനാദി കർമ്മങ്ങളിലൂടെ അതിശക്തമായ കർമ്മദോഷം, പാപദോഷം എന്നിവയെല്ലാം നീക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്ന മാസം കൂടിയാണ് കർക്കിടകം. ഈ കർക്കിടകത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവ്വവിധ സൗഭാഗ്യത്തിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ദക്ഷിണായനത്തിന്റെ തുടക്കമായതിനാൽ പാപദോഷ കാഠിന്യം വർദ്ധിക്കുമെന്നും വ്യക്തികൾക്കും ലോകത്തിന് തന്നെയും പാപഭാരം കൂടുമെന്നും ഒരു വിശ്വാസം കർക്കിടകത്തിനുണ്ട്. അമിത പാപഭാരങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ഈ സമയത്തെ ജപവും പ്രാർത്ഥനകളും അതിവേഗത്തിൽ പ്രയോജനപ്പെടും. രാമായണ മാസം തുടങ്ങുകയായി. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുകയായി. കുറച്ചു നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വന്നു ചേരുകയായി. ഇനി 5 രാശിയിലെ 15 നക്ഷത്രജാതകർക്ക് ആശ്വസിക്കാം. ഇനി ഇവരുടെ നാളുകൾ തന്നെയാണ്. ശ്രീരാമ മന്ത്രങ്ങൾക്കും ശ്രീരാമ കഥകൾ വർണ്ണിക്കുന്ന രാമായണത്തിനും വളരെയധികം ശക്തിവിശേഷമുണ്ട്. രാമനാമം ജപിക്കുക, ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും. രാമായണ മാസമാണ്, കർക്കിടക മാസമാണ്. എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തും. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്കെത്തുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും. ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കെത്തുന്ന 15 നക്ഷത്രജാതകർ. ഈ 15 നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കുന്ന കാര്യങ്ങൾ ആർക്കും ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ്. ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലോ, നിങ്ങളുടെ സഹോദരങ്ങളായോ, നിങ്ങളുടെ അമ്മയായോ, നിങ്ങളുടെ അച്ഛനായോ, നിങ്ങളുടെ ഭാര്യയായോ, ഭർത്താവായോ, മക്കളായോ ഉണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ, ഭാഗ്യം തുടങ്ങുകയായി. നിങ്ങളുടെ നല്ല കാലം തുടങ്ങുകയായി. നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുകയായി. എല്ലാ രീതിയിലും എല്ലാ ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുന്നു. രാമായണ മാസമാണ്, ഉയർച്ചയുടെ സമയമാണ്. പാപശാന്തിക്ക് പാരായണം ചെയ്യുക രാമായണം. തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഈ പറയുന്ന 15 നക്ഷത്രജാതകർക്കും ഇനി നേട്ടമാണ്, ഭാഗ്യമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒക്കെയും കമൻറ്റ് ഞാൻ കാണാറുണ്ട്. അത് ഞാൻ എഴുതി വയ്ക്കും. ഈ വരുന്ന ചൊവ്വാഴ്ച കർക്കിടകം 1-ാം തീയതി മൃത്യുഞ്ജയ ഹോമമുണ്ട്. ഈ ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അവിടെ തുടങ്ങും. പ്രത്യേകിച്ച് ഈ 15 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും. ഉറപ്പാണ്, 100% ഉറപ്പ്. ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കാൻ പരിശുദ്ധമായ കർക്കിടക മാസം വ്രതാനുഷ്ഠാനപൂർവം വിശുദ്ധിയോടുകൂടി ആചരിക്കണം ഈ പറയുന്ന 15 നക്ഷത്രജാതകരും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇനി വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഈ 30 ദിവസത്തിനകം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ദിവസവും 2 നേരവും കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അതല്ലെങ്കിൽ മൊബൈലിൽ വിഷ്ണുവിൻ്റെ പടം വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും. രാവിലെയും വൈകിട്ടും നെയ്വിളക്ക് കൊളുത്തി വീട്ടമ്മമാർ പ്രാർത്ഥിക്കുക. വിഷ്ണുപരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. മൂലമന്ത്രം, അഷ്ടാക്ഷരമന്ത്രമൊക്കെ ചൊല്ലുന്നത് നിങ്ങൾക്ക് ഒരുപാട് ജീവിത വിജയം തരും. ഇനി നമുക്കറിയാം ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെക്കുറിച്ച്, അവരുടെ ഉയർച്ചയെക്കുറിച്ചറിയാം, അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം, അവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. ഈ ചൊവ്വാ ദിനങ്ങളിൽ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച പൂജകൾ അർപ്പിക്കും. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കുടുംബപരമായ പ്രശ്നങ്ങൾ, കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, തൊഴിൽ തടസ്സം, കച്ചവട സ്തംഭനം, ആഭിചാരദോഷം, ശത്രുദോഷം, സന്താനഭാഗ്യം, വിവാഹ തടസ്സം, വാസ്തുദോഷം, സർപ്പദോഷം മുതലായ എല്ലാം മാറി നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന എല്ലാം വിജയമാകുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ കാർത്തികയും രോഹിണിയും മകയിരവുമാണ്. ഇനി ഭാഗ്യമാണ്.
വളരെ വലിയ ഉയർച്ചയിലേക്കാണ് ഇവർ പോകുന്നത്. ഇവർ ചെയ്യുന്ന ബിസിനസ്സൊക്കെ വർദ്ധിക്കും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്ക് ഇടവരാശിയിലെ കാർത്തികയും രോഹിണിയും മകയിരവും എത്തും ഉറപ്പാണ്. ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. ഇടവൻ രാശിക്കാർ കാർത്തികയ്ക്കും രോഹിണിക്കും മകയിരത്തിനും ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ നീങ്ങുന്ന സമയം. ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്ന സമയം. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകുന്ന വലിയ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം ധാരാളം ധനം വന്നു ചേരുന്നു എന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പാണ്. ഇടവൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം മിഥുനം രാശിക്കാരാണ്. മകയിരം, തിരുവാതിര, പുണർതം. ഇവർക്കിനി ഭാഗ്യമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ശ്രീരാമ മന്ത്രജപത്തിലൂടെ ജീവിത വിജയം നേടാൻ സാധിക്കുമെന്ന വിശ്വാസം നിങ്ങളിലുണ്ട് എങ്കിൽ തീർച്ചയായും പുണർതവും തിരുവാതിരയും മകയിരവും പ്രാർത്ഥിച്ചോളൂ രാമനെ. നിങ്ങൾ ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ്. അതുമതി ജീവിതം മാറാൻ. അടുത്ത രാശിക്കാർ ചിങ്ങരാശിക്കാർ. ചിങ്ങരാശിയിലെ മകം, പൂരം, ഉത്രം. ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം. ഓം രാമായ നമഃ എന്ന മൂലമന്ത്രം ശ്രീരാമപ്രീതിക്ക് ഏറ്റവും ഗുണകരമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുക. നിങ്ങൾക്കിത് ഭാഗ്യമാണ്, നേട്ടമാണ്. മകത്തിൻ്റെയും പൂരത്തിൻ്റെയും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും ഇവർ അനുഭവിച്ച എല്ലാ കാര്യങ്ങളിലും ഒരു തീർപ്പുണ്ടായി നിങ്ങൾക്ക് ജീവിത വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഇനി കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് 100% ഉറപ്പ് തന്നെയാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം. ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തണം. ഈ പറയുന്ന നക്ഷത്രജാതകർ, ഈ 15 നക്ഷത്രജാതകരും വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തണം. ദോഷമൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം. മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇനി ഉയർച്ചയാണ്. ദേവീക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക. വെള്ളിയാഴ്ച ദർശനം നടത്തണം, അത് മറക്കരുത്. അടുത്തത് തുലാൻ രാശിക്കാരാണ്. തുലാൻ രാശിയിലെ ചിത്തിര, ചോതി, വിശാഖം. സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന അവസാനത്തെ 3 നക്ഷത്രജാതകർ. ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ശത്രുദോഷങ്ങളൊക്കെ തീരും. ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു സങ്കടം നിങ്ങളിലുണ്ട്. ആ സങ്കടമൊക്കെ മറന്നേക്കൂ. ഇനി നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധിയാണ്, നേട്ടമാണ്. ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് എത്തും. ധാരാളം ധനം വന്നു ചേരും. ലോട്ടറി അടിക്കും, വീട് വയ്ക്കാൻ കഴിയും, കാർ വാങ്ങാൻ കഴിയും. സകലവിധ സൗഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും. തുലാൻ രാശിക്കാരായ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇനി ഒരുപാട് ഉയർച്ചയാണ്. അടിവച്ചുയരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ അഭിമാനബോധം നിങ്ങൾ പലയിടത്തും അത് പ്രകടിപ്പിക്കാൻ, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരാണ്. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ ഒരു തീർപ്പായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ്. കർക്കിടക മാസം 1-ാം തീയതി മുതൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച, സങ്കടപ്പെട്ടിട്ടുള്ള, ദുഃഖങ്ങൾ മാത്രം പേറി ജീവിച്ചിട്ടുള്ള തുലാൻ രാശിക്കാർക്ക് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇനി നേട്ടമാണ്, ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. രാജയോഗം. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു വലിയ നേട്ടത്തിൻ്റെ തുടക്കമാണ് ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത്. രാശിമാറ്റവും ശനിയുടെ വക്രഗതിയും കർക്കിടക മാസത്തിലെ നിങ്ങളുടെ പ്രാർത്ഥനയുമൊക്കെ നിങ്ങൾക്ക് പല വിധത്തിൽ ഫലാനുഭവങ്ങൾ വന്നു ചേരും. ഒത്തിരി നന്മ നേരുന്നു. വിജയിക്കട്ടെ. വിജയിക്കാൻ കഴിയും, 100% ഉറപ്പ്.